നല്ല പടമാണ്. ആ എങ്ങനെയുണ്ട്? ഫസ്റ്റിൻ്റെ മേളിൽ പോയിട്ടുണ്ടോ? നല്ല പടമാണ്. ഡീസൻ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ആ നല്ല പടം. എങ്ങനെയുണ്ട് പടം? ആ ഫസ്റ്റിൻ്റെ അത്ര വന്നതോ? ഫസ്റ്റ് പോലെ തന്നെ ഇഷ്ടപ്പെട്ട്. ആ കണ്ടിന്യൂഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് സീൻസൊക്കെ നല്ലതായിട്ടുണ്ട്. വയലൻസ് ഉണ്ടോ? ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര? ആ നല്ല രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ മഞ്ജു വാര്യരൊക്കെ ഉണ്ട്. മഞ്ജു വാര്യർ ആ എങ്ങനെയുണ്ട് സെക്കൻഡ് പാർട്ട്? ആ എങ്ങനെ ആ കണ്ടിന്യൂഷൻ ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെ എങ്ങനെയാണ്? ആ ആ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സിനിമ പോലെ തന്നെയാണ് പൊളിറ്റിക്കലി മഞ്ജു വാര്യർ ത്രൂ ഔട്ടുണ്ടോ? ആ തൃപ്തി നൽകുന്ന സെക്കൻഡ് പാർട്ട് തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിന് അത്ര ഇല്ലെങ്കിലും വിജയ് സേതുപതി കലക്കിയിട്ടു. ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെ ചാൻസ് ഉണ്ടെന്നാണ് പറയാനുള്ളത്. ഒരു വെച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറഞ്ഞു വെക്കുന്നുണ്ട്. രാഷ്ട്രീയം പറഞ്ഞു തീർക്കുവാണ്. രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം എല്ലാം രാഷ്ട്രീയം സിനിമകളിലെല്ലാം ഓരോ പോരാട്ടമാണല്ലോ. അതുപോലെ തന്നെയാണ്. ഭയങ്കര ഇന്റൻസീവായിട്ട് ഇരിക്കുന്നത്. ഓരോ വയലേഷൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൻ്റെ എത്ര ഉണ്ട്? ഭയങ്കര ഇന്റൻസീവായിട്ട് ഇരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ എത്ര ഉണ്ട്? ഭയങ്കര ഫസ്റ്റ് പാർട്ടിൻ്റെ എത്ര ഉണ്ടോ? ഫസ്റ്റ് പാർട്ട് അത്രേ ഉണ്ട്. കമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല. പ്യൂർ വെറ്റിമാർ സാറ്റിസ്ഫൈങ്. വെറ്റിമാറിന് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും. ഇളയരാജ ബാക്ക്ഗ്രൗണ്ട് ഈ പ്രായത്തിൽ ഇളയരാജയുടെ ബാക്ക്ഗ്രൗണ്ട് യങ്സ്റ്ററിനെക്കാളും ഇളയരാജയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്ലാസ് ആ ക്ലാസ് ഇപ്പോഴും അല്ല. ഇന്നത്തെ ട്രെൻഡിൽ ഇളയരാജ കംബാക്ക് എന്ന് പറയും. സെക്കൻഡ് ഫസ്റ്റിന്റെ മേളിൽ നിൽപ്പുണ്ടോ പടം? ഇല്ല അത്രേ. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെയാണ് അത്. സേതുപതിയുടെ മാത്രം കഥയായിട്ട് പറഞ്ഞു. ഇനി ഒരു പാട്ടുണ്ടാകുമോ? ഇല്ല, മഞ്ജു വാര്യരൊക്കെ എങ്ങനെയുണ്ട്? മഞ്ജു വാര്യർ ഓക്കെയാണ്, നല്ലതാണ്. രസമുണ്ട്. മൊത്തത്തിൽ നിരാശപ്പെടുത്തിയില്ല. ഇല്ല ആ ഡീസൻ്റ്.